നമസ്കാരം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അതെ, നിങ്ങൾ തംബ്ലൈനിൽ കണ്ട ആ ഒരു സാധനം തന്നെയാണ്. നീണ്ട 13 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ സ്കേറി മൂവി 2026 ഓർ സ്കേറി മൂവി 6. 2000ങ്ങളുടെ തുടക്കത്തിൽ നമ്മളെ ചിരിപ്പിച്ചു കൊന്ന ആ പഴയ സ്കേറി മൂവി ഫ്രാഞ്ചൈസിയെ ഓർമ്മയുണ്ടല്ലോ? അതേ തന്നെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആ ഒരു 2 ഭാഗങ്ങൾക്ക് ശേഷം ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വയൻസ് സഹോദരങ്ങൾ നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ പടം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. വായോ. ആദ്യം തന്നെ ഇതിന്റെ കഥയിലേക്ക് വരാം. കഥയായിട്ട് ഒരു പുല്ലുമില്ല, എങ്കിൽ പോലും കഥയായിട്ട് പറയാനുള്ളത് നമ്മുടെ പഴയ സിന്ധി ഉണ്ടല്ലോ, അന്ന ഫാരിസിന്റെ കഥാപാത്രം. അവൾ ഇപ്പോഴും ആ പഴയ ഗോസ്റ്റ് ഫോഴ്സ് കൊലയാളിയെ പിടിക്കുവാനുള്ള ഓട്ടത്തിലാണ്. ഇതിനിടയിൽ അവളുടെ മകളായിട്ടുള്ള സാറയും ട്യൂസ്ഡേയും അവർ തമ്മിൽ അകലിന്ന് പോകുന്നു അടിവെച്ചിട്ട്. പെട്ടെന്ന് ഒരു ദിവസം മകൾ ട്യൂസ്ഡേ ആക്രമിക്കപ്പെടുന്നു. തുടർന്ന് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള മറ്റൊരു മകൾ സാറ തൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് പടത്തിൻ്റെ മെയിൻ പ്ലോട്ട്. ഇതിലേക്ക് നമ്മുടെ പഴയ കൂട്ടുകാരായിട്ടുള്ള ഷോട്ട്ലിയും റോയും ബ്രാഡയും അവർ കൂടി എത്തുന്നതുകൂടി മൊത്തത്തിൽ കളർഫുള്ളാണ് സംഭവം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എടുത്തു പറയാൻ വേണ്ടി ഒരു കഥയായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്കറിയാമല്ലോ, സാധാരണ സ്ക്വയർ മൂവിയുടെ ആ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോളിവുഡിനെ പിന്തുടർന്നവർക്ക് അറിയാം. ഹോളിവുഡ് ഹിറ്റ് സിനിമകളെ എടുത്തു ഉടുക്കുക അല്ലെങ്കിൽ അലക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. വലിച്ചീരി ഉടുത്തു എന്നുള്ളതാണ്. സ്ക്രീൻ 5നെയും അതോടൊപ്പം തന്നെ ഹാൽവിനെയും ഒക്കെ എടുത്തു ഉടുത്തു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഗെറ്റ് ഔട്ട്, നൊപ്പിൻ, ട്രോഫിയും അതോടൊപ്പം ലോങ് ലെഗ്സും തുടങ്ങിയ സൈക്കോ ഹൊറർ പടങ്ങളുടെ സീനുകളെ എടുത്ത് എന്താ പറയുക, വെറുപ്പിച്ച്. പിന്നെ ഇതിൽ ആക്ടിങ് കൂടെ നോക്കുമ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് മൈക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സംവിധാനത്തിൽ ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സാധനം. പിന്നെ പഴയ താരങ്ങളായിട്ടുള്ള ഫാരീസും റെജിനെ ഹോളിവുഡും വളരെ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിപ്പോയി എന്നുള്ള ഒരു ഇതുകൂടി ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ഇതുകൂടെ എനിക്കുണ്ട്. അതുപോലെ തന്നെ റെജീന ഹാൾവെർ വെറുമൊരു അമ്മ വേഷത്തിലേക്ക് ഒതുക്കിക്കളഞ്ഞു. പക്ഷേ സിന്ധിയുടെ മകളായിട്ട് അഭിനയിച്ചിട്ട ഒലിവ റോസ്, ആ കുട്ടിയോടല്ലോ കീട്ടിലെന്ന് വെച്ചാൽ കീട്ടില്ല. ആ പഴയ ഒരു ഫാരിസിന്റെ ആ പഴയ മാനറിസം, ആ ഒരു രീതിയൊക്കെ അതേപടി കോപ്പി ചെയ്യാൻ ഈ നടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ആദ്യത്തെ 2 ഭാഗങ്ങളുടെ ആ പഴയ പരുക്കൻ അഡൽട്ട് കോമഡി ശൈലി ഉണ്ടല്ലോ, ഇതിലേക്ക് തിരികെ കൊണ്ടുവരാൻ വയൻസ് ബ്രദേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് താരങ്ങളായിട്ട് പണ്ട് പുറത്താക്കിയതിനെ അവർ സിനിമയ്ക്കുള്ളിൽ തന്നെ എടുത്ത് നന്നായിട്ട് അസലായിട്ട് ട്രോളുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം, ഓസ്കാർ അവാർഡ്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ യുദ്ധം, അങ്ങനെയുള്ള ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളെ എടുത്ത് ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ പല സ്ഥലങ്ങളിൽ പല ഡയലോഗുകളിലൂടെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വംശീയതയെക്കുറിച്ചും അതോടൊപ്പം ക്യാപിറ്റൽ ഹില്ലിനെ കുറിച്ചും ഒക്കെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്തു ഒത്തിരി കൂടെ കളർഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസും അതോടൊപ്പം തന്നെ ലൈറ്റിങ്ങും ഒക്കെ മുമ്പത്തേക്കാൾ ഒരുപാട് റിച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ തമാശകൾ അല്പം അഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ ആവർത്തന വിരസത കൊണ്ട്. കാരണം എൻ്റെ അടുത്തിരുന്നത്, ഒരു സൈഡിൽ ഇരുന്നത് ഒരു അപ്പൂപ്പനും അമ്മയുമായിരുന്നു, ഇപ്പുറത്ത് ഇരുന്നത് പിള്ളേരായിരുന്നു, സ്കൂൾ പിള്ളേരായിരുന്നു. കാരണം അപ്പൂപ്പനും അമ്മയും ചിരിച്ച് മരിക്കുകയായിരുന്നു. ഇനി ആ പിള്ളേരാണെങ്കിൽ ഒരു വകയ്ക്ക് എന്നെ പോലെ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. ഫ്രണ്ടിലിരുന്ന പിള്ളേരും അങ്ങനെ തന്നെ, സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ഒക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഇരുന്നത്. ആകപ്പാടെ ഈ തിയേറ്ററിൽ അല്പം ഒരു സൈലൻസ് ഇല്ലാതെ ഇരുന്നത് ആകപ്പാടെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ. അവരാണെങ്കിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നത്, എന്ത് കണ്ടാലും പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. അതിൽ ഒരു ഡയലോഗുണ്ട്, അതിനൊക്കെ ആണെങ്കിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കണ്ടിരിക്കുന്നു. ഐ ടേക്ക് ടു യുവർ ബേബി ഡിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം 3-4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഈ സാധനത്തിന്, ആവർത്തിക്കുന്ന സാധനത്തിന് എന്നെ ചുമ്മാ ചിരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ചിരിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആവർത്തിച്ചപ്പോൾ പിന്നെ എനിക്ക് ഇവരാണെങ്കിൽ 5 പ്രാവശ്യം അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം. പിന്നെ നെഗറ്റീവിലേക്ക് പറയാൻ വേണ്ടി അങ്ങനെ ഒരു ചെറിയൊരു സാധനമുണ്ട്. കാരണം ഒരു ദുരന്തമാണ് ഈ സിനിമ സത്യം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കോമഡി ടൈമിങ് പലയിടത്തും പാളുന്നുണ്ട്. ഹൊറർ സിനിമകളുടെ ലോകം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ സ്ക്വയറി മൂവിയുടെ തമാശകൾ ഇന്നും ആ ഒരു 10-25 വർഷം ബാക്കിലേക്കാണ് ഇപ്പോഴും ആ തമാശകളെ, അങ്ങനെയുള്ള പഴഞ്ചൻ തമാശകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിനൊരു കൃത്യമായ കഥയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒഴുക്കോ സിനിമയ്ക്ക് ഒട്ടുമില്ല. പെട്ടെന്ന് എടുത്തെടുത്ത് ചാടുന്നു, ഒരു സബ്ജക്റ്റിൽ നിന്ന് അടുത്ത സബ്ജക്റ്റിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുന്നു. കൊലപാതകങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുമ്പോഴും അതിനൊരു കണ്ടിന്യൂഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം.
ഒരു സീനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ അടുത്ത സീനിലേക്ക് പെട്ടെന്ന് ചാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെനസ്ഡേ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ലീഗൽ ഇഷ്യൂ കാരണം ഇതിൽ തന്നെ ട്യൂസ്ഡേ എന്ന് വിളിക്കുന്ന ഒരു തമാശയുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4-5 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ചിരിക്കാം, പിന്നെ എപ്പോഴും ആവർത്തന വിരസത എനിക്ക് അനുഭവപ്പെട്ടു. അത് തന്നെയാണ് ഇതിലുള്ള ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, ചുരുക്കത്തിൽ ലോജിക്കൊന്നും നോക്കാതെ കുറച്ച് സമയം നൊസ്റ്റു അടിച്ച് അടിപൊളിയായിട്ട് അഡൽട്ട് കോമഡിയും കണ്ട് പിന്നെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇരുന്ന് കാണാം. ഒരു കിട്ടുന്ന സിനിമയൊന്നുമല്ല, പിന്നെ ഒരു ഗിൽറ്റി പ്രഷർ ആയിരിക്കും ഈ സിനിമ. തിയേറ്ററിൽ ജനങ്ങൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടുകാരായിട്ടൊക്കെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ കുറേ പിന്നെ തമാശകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുമ്പോൾ കുറേ ഡിക്കിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാം. കാര്യം വെച്ചാൽ അത് ആ സെക്ഷൻ തന്നെ കുറേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ക്ലൈമാക്സ് എത്തുമ്പോൾ അത് കൂടി വൾഗറായിട്ടാണ് കാണിക്കുന്നത്. അത് പക്ഷെ നല്ല ഇതിലെത്തിയപ്പോൾ ക്ലൈമാക്സ് എത്തിയപ്പോൾ സ്വല്പം കൂടി ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ഒരു 2.5 5 കൊടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ സിനിമ. കുറേ തമാശകളൊക്കെ ഉണ്ട്. തമാശകൾ വർക്കായാൽ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി മുഴുവനും കാണണമെന്നൊന്നുമില്ല. എങ്കിൽ മുഴുവനും കണ്ടാൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ, തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.